മാർവൽ യൂണിവേഴ്സിലെ രണ്ട് മോസ്റ്റ് ഐക്കോണിക് ക്യാരക്ടേഴ്സ് ആണ് ഡെഡ്പൂളും വൂൾവറിനും. ഏകദേശം സമാനമായ പവേഴ്സ് ഉള്ള ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്താൽ ആരാകും വിജയിക്കുക? കോമിക്സിനെയും സിനിമയും കമ്പയർ ചെയ്തിട്ടാണ് ഇതിന്റെ ഉത്തരം നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. സോ ഗൈസ്, എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഡെഡ്പൂളിന്റെ യഥാർത്ഥ പേര് വെയ്ഡ് വിൽസൺ എന്നാണ്. അതേപോലെ വൂൾവറിന്റെ യഥാർത്ഥ പേര് ജോൺ ലോഗൻ ഹോലറ്റ് എന്നാണ്. ഡെഡ്പൂളും വൂൾവറിനും തമ്മിൽ ഒരു സാമ്യമുണ്ട്. അതായത് അവരുടെ ഹീലിംഗ് ഫാക്ടറും വിർച്വൽ ഇമ്മോർട്ടാലിറ്റിയും. ഡെഡ്പൂളും വൂൾവറിനും വെപ്പൺ എക്സ് പ്രോഗ്രാമിന്റെ ഭാഗമാണ്. ഈ വെപ്പൺ എക്സ് പ്രോഗ്രാമാണ് അവർക്ക് സൂപ്പർ ഹ്യൂമൻ പവേഴ്സ് നൽകിയത്. അത് മാത്രമല്ല, വൂൾവറിന്റെ പക്കൽ നിന്നുമാണ് ഡെഡ്പൂളിന് ഹീലിംഗ് ഫാക്ടർ ലഭിക്കുന്നത്. വൂൾവറിൻ വെപ്പൺ എക്സ് പ്രോഗ്രാമിന്റെ എക്സ്പെരിമെന്റുകൾക്ക് വിധേയനാകുന്നതിന് മുൻപേ അദ്ദേഹം ഒരു മ്യൂട്ടന്റ് ആണ്. അതേ സമയത്ത് ഡെഡ്പൂള് വെറും ഒരു ഹ്യൂമൻ സോൾജിയറും ക്യാൻസർ ബാധിച്ച ഒരു അസാസിനുമാണ്. വോൾവറിന്റെ ഹീലിംഗ് ഫാക്ടർ ഐസൊലേറ്റ് ചെയ്ത് മോഡിഫൈ ചെയ്ത് വെയ്ഡ് വിൽസൺ കൊടുക്കുന്നതോടെ തന്റെ നോർമൽ സെൽസിനെയും തന്റെ ക്യാൻസർ സെൽസിനെയും ഒരിക്കലും നശിപ്പിക്കാൻ പറ്റാതാക്കുകയാണ്. അതായത് ഡെഡ്പൂളിന്റെ ബോഡിയിൽ എപ്പോഴും ക്യാൻസർ സെൽസ് റീജനറേറ്റ് ആവും. അത് മാത്രമല്ല, അതേ ക്യാൻസർ സെൽസിനെ തന്റെ ഹീലിംഗ് ഫാക്ടറും അതേപോലെ തന്നെ ഹെൽത്തി സെൽസും നശിപ്പിക്കുകയും ചെയ്യും. തന്റെ ബോഡിയിൽ നടക്കുന്ന ഈ പ്രോസസ്സാണ് വെയ്ഡ് വിൽസൺ അഥവാ ഡെഡ്പൂളിനെ ജീവനോടെ നിലനിർത്തുന്നത്. പക്ഷെ ഇതേ പ്രോസസ്സ് കാരണം ഡെഡ്പൂളിന്റെ സ്കിന്നിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഡെഡ്പൂളിനെയും വൂൾവറിനെയും അജയ്യമാക്കുന്നത് അവരുടെ ഹീലിംഗ് ഫാക്ടേഴ്സ് തന്നെയാണ്. അവരെ കൊന്നു കളയുക എന്നത് അസാധ്യമാണ്. ഈവൻ അവരുടെ തല വെട്ടിമാറ്റിയാൽ പോലും അവർക്ക് റീജനറേറ്റ് ചെയ്യാൻ സാധിക്കും. വോൾവറിന്റെ സ്കെലിറ്റണിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അഡമാൻഡിയം ഇൻജെക്ട് ചെയ്തതാണ്. ഈ അഡമാൻഡിയം വൂൾവറിനെ കൂടുതൽ ശക്തനാക്കും. അഡമാൻഡിയം എന്ന മെറ്റല് വളരെ സ്ട്രോങ് ആണ്. വൂൾവറിന്റെ ബോഡിയിൽ അഡമാൻഡിയം ഉള്ളതുകൊണ്ട് തന്നെ വോൾവറിനെ വേദനിപ്പിക്കുക അത്ര നിസ്സാരമുള്ള കാര്യമല്ല. മാത്രമല്ല, വൂൾവറിന് അഡമാൻഡിയം ക്ലോസ് ഉണ്ട്. വോൾവറിന്റെ അഡമാൻഡിയം ക്ലോസിന് എന്തിനേയും രണ്ടായിട്ട് മുറിക്കാൻ സാധിക്കും. വോൾവറിന് ഹീലിംഗ് ഫാക്ടർ ഉള്ളതുകൊണ്ട് തന്നെ വോൾവറിന് ഒരുപാട് കാലം ജീവിക്കാനും സാധിക്കും. വളരെ സാവധാനത്തിൽ മാത്രമേ വോൾവറിന് പ്രായമാകൂ. ഡെഡ്പൂളിന്റെ ഹീലിംഗ് ഫാക്ടർ വോൾവറിന്റെ ഹീലിംഗ് ഫാക്ടറിനോട് സമമാണ്. എന്നാൽ വോൾവറിന്റെ ഹീലിംഗ് ഫാക്ടറിനേക്കാൾ സ്ലോയിലാണ് ഡെഡ്പൂളിന്റെ ഹീലിംഗ് ഫാക്ടർ പ്രവർത്തിക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ, വോൾവറിന് തന്റെ ബോഡിയിലെ ഏതെങ്കിലും ഒരു പാർട്ട് ഇല്ലാതായാൽ അത് റീജനറേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ മതി. എന്നാൽ ഡെഡ്പൂളിന് തന്റെ ബോഡിയിലെ ഏതെങ്കിലും ഒരു പാർട്ട് ഇല്ലാതായാൽ അത് റീജനറേറ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ദിവസങ്ങൾ വേണ്ടിവരും. വോൾവറിന്റെ പ്രധാന ആയുധം തന്റെ അഡമാൻഡിയം ക്ലോസ് ആണ്. എന്തിനേയും കീറി മുറിക്കാൻ വോൾവറിന് അഡമാൻഡിയം ക്ലോസ് കൊണ്ട് സാധിക്കും. ഈവൻ ഹൾക്കിന്റെ സ്കിന്നിന് പോലും മുറിവേൽപ്പിക്കാൻ വോൾവറിന്റെ അഡമാൻഡിയം ക്ലോസിന്റെ സഹായത്തോടെ സാധിക്കും. ഇൻക്രെഡിബിൾ ടാക്ടീഷ്യനും ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റിന്റെ മാസ്റ്ററും അത് മാത്രമല്ല മാർഷൽ ആർട്ടിസ്റ്റും കൂടിയാണ് വൂൾവറിൻ. ഡെഡ്പൂള് ഒരുപാട് വെപ്പൺസ് ഉപയോഗിക്കുന്നുണ്ട്. എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഗൺസ്, സ്വാർഡ്സ്, നൈഫ്സ്, ബോംബ്സ് എന്നിങ്ങനെ പലവിധമായ വെപ്പൺസ് ഡെഡ്പൂള് ഉപയോഗിക്കുന്നുണ്ട്. ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റിലും മാർക്സ്മാൻഷിപ്പിലും സ്വാർഡ്സ്മാൻഷിപ്പിലും മുൻപന്തിയിൽ തന്നെയാണ് ഡെഡ്പൂള്. അത് മാത്രമല്ല, അദ്ദേഹം ഒരു മെർസണറിയും അസാസിനുമാണ്. ഒരുപാട് മാർഷൽ ആർട്സും ഡെഡ്പൂളിന് കാണാപ്പാടമാണ്. ഡെഡ്പൂളിന്റെ കാർബണേഡിയം സോഡ് കൊണ്ട് വൂൾവറിനെ മുറിവേൽപ്പിക്കാനോ കൊല്ലാനോ സാധിക്കും. ഡെഡ്പൂള് അൺപ്രഡിക്റ്റബിൾ ആണ്. ഈവൻ ഏതൊരാളുടെയും ഫൈറ്റിംഗ് മൂവ്സും ഫൈറ്റിംഗ് സ്കിൽസും ഒക്കെ കോപ്പി ചെയ്യാൻ സാധിക്കുന്ന ടാസ്ക് മാസ്റ്റർ പോലും ഡെഡ്പൂളിന്റെ മുന്നിൽ നിസ്സഹായനാണ്. താൻ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് തന്റെ ഒപ്പോണൻസിന് പോലും പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് തന്നെ അർത്ഥം. ഇമ്മോർട്ടാലിറ്റി, ഹീലിംഗ് ഫാക്ടർ, സ്ട്രെങ്ത്, സ്റ്റാമിന, ഡ്യൂറബിലിറ്റി, റിഫ്ലക്സസ് ഇതെല്ലാം ഡെഡ്പൂളിന്റെ പവേഴ്സ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ രോഗങ്ങളെയും പോയിസൺസും ടെലിപാത്തിക് അറ്റാക്സിനെയും പ്രതിരോധിക്കാൻ ഡെഡ്പൂളിന് സാധിക്കും. ഡെഡ്പൂളിന്റെ പക്കല് ഒരുപാട് ഗാഡ്ജറ്റ്സ് ഉണ്ട്. ഹോളോഗ്രാം ക്രിയേറ്റ് ചെയ്യാനും ടെലിപ്പോർട്ട് ചെയ്യാനും ഈവൻ ടൈം ട്രാവൽ ചെയ്യാൻ വരെ സഹായിക്കുന്ന പലതരം ഗാഡ്ജറ്റ്സ് ഡെഡ്പൂളിനുണ്ട്. ഹീലിംഗ് ഫാക്ടർ, എൻഹാൻസ്ഡ് സ്ട്രെങ്ത്, സ്പീഡ്, സ്റ്റാമിന, ഡ്യൂറബിലിറ്റി, എജിലിറ്റി. അത് മാത്രമല്ല, വൂൾവറിന് ഇൻക്രെഡിബിൾ സൂപ്പർ ഹ്യൂമൻ സെൻസസ് ഉണ്ട്. വോൾവറിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഡെഡ്പൂളിന് ഏറ്റവും മികച്ച ഹീലിംഗ് ഫാക്ടറും ഇമ്മോർട്ടാലിറ്റിയും വെപ്പൺസും ഒക്കെ ഉണ്ട്. ഡെഡ്പൂൾ വേഴ്സസ് വോൾവറിൻ, ഇവർ തമ്മിൽ സാധാ ഒരു ഫൈറ്റ് നടക്കുകയാണെങ്കിൽ വോൾവറിൻ തന്നെ വിജയിക്കാനാണ് സാധ്യത.
അത് നമ്മൾ കോമിക്സിലും സിനിമയിലും ഒക്കെ കണ്ടതാണ്. എന്നാൽ ഇവർ തമ്മിൽ ഒരു ഡെത്ത് ബാറ്റിലാണ് നടക്കുന്നതെങ്കിൽ ഒരാളുടെ മരണം ഉറപ്പാണ്. അങ്ങനെ ഒരു ഡെത്ത് ബാറ്റിൽ നടക്കുകയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ഫൈറ്റില് വൂൾവറിൻ മരണപ്പെടും. വോൾവറിൻ ഡെഡ്പൂളിനെ കൊന്നാലും ഡെഡ്പൂള് വീണ്ടും ജീവനോടെ എത്തും. വോൾവറിൻ മരണപ്പെട്ടാലും ഹീലിംഗ് പവേഴ്സിന്റെ സഹായത്തോടെ അദ്ദേഹത്തിന് വീണ്ടും ജീവനോടെ എത്താൻ സാധിക്കുമെങ്കിലും ഡെഡ്പൂള് തന്റെ കാർബണേഡിയം സോഡ് വൂൾവറിന് നേരെ ഉപയോഗിക്കുകയാണെങ്കിൽ വൂൾവറിന് ഹീൽ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വൂൾവറിൻ മരണപ്പെടും. സോ ഗൈസ്, ഡെഡ്പൂൾ വേഴ്സസ് വൂൾവറിൻ ഇവർ തമ്മിൽ ഒരു ഫൈറ്റ് നടന്നാൽ ഡെഡ്പൂൾ തന്നെ വിജയിക്കുമെന്നാണ് എന്റെ അഭിപ്രായം. ഡെഡ്പൂൾ വേഴ്സസ് വൂൾവറിൻ ഇവർ തമ്മിൽ ഒരു ഫൈറ്റ് നടന്നാൽ ആരാകും വിജയിക്കുമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ മറക്കാതെ ഒന്ന് കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ള ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.